മലയാള സിനിമയിൽ തന്നെ ഒരുപാട് സീനിയർ ആക്ടേഴ്സിൽ ഒരാളാണ് താങ്കൾ. എനിക്ക് തോന്നുന്നു മമ്മൂക്ക ജഗദീഷ് ചേട്ടൻ താങ്കൾ ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒന്നിനൊന്നും ഡിഫറെന്റ് ആയിട്ട് എപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഞെട്ടിക്കുന്നൊന്നുമില്ല, പ്ലീസ് അങ്ങനെയൊന്നും പറയാം. ഓരോ കഥാപാത്രം നല്ലത് വന്നാൽ ഞാൻ ചെയ്യുന്നു. ചിലപ്പം എന്നെ കൊണ്ട് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റുന്നു. ഇപ്പം എന്നെ ഇതിനകത്ത് ആഷിക വിളിച്ചു. ഞാൻ എൻ്റെ സത്യം പറയാം, എനിക്ക് ഒരിക്കലും പറ്റാത്ത പരിപാടി പ്രണയരംഗം. എനിക്ക് അറിയാൻ മേല കേട്ടോ, സത്യം. എനിക്ക് എൻ്റെ പ്രണയം ഇങ്ങനെ അല്ലല്ല, എനിക്ക് പ്രണയം ഉണ്ടോ എന്നോടുള്ള പ്രണയം അത് വേറെ, അത് പറയാൻ പുറത്ത് പറയാൻ കൊള്ളൂല. അപ്പൊ ചേട്ടാ നേരത്തെ സൂരജിന്റെ കാര്യം പറഞ്ഞ പോലെ അപ്പൊ എനിക്ക് എന്റെ പ്രണയം അത് എനിക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ എന്നെ ആദ്യം കാമുകനായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചത് ആഷിക അബുവാണ്. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന സിനിമയിൽ എന്തൊരു വലിയ കാമുകനാണ്. കണ്ട പ്രേക്ഷകർ പറഞ്ഞത് ലാല്, ശ്വേത, ആസിഫ് അലി അവരുടെ പ്രണയമൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ പ്രണയം, എൻ്റെ കാമുകയെ കാണിക്കുന്നുമില്ല. പക്ഷെ ഞാൻ ഭയങ്കര കാമുകനായിട്ട് എല്ലാവർക്കും തോന്നുന്നുണ്ട്. ആ ഡയറക്ടറുടെ മിടുക്കാണ്, എൻ്റെ മിടുക്കല്ല. അങ്ങനെ എന്നെ നല്ലൊരു ക്യാരക്ടറായിട്ട് എന്നെ ഇത്രയും നാൾ നിലനിർത്തിക്കൊണ്ടത് ഇവിടുത്തെ ഡയറക്ടേഴ്സാണ്, ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സാണ്, ഇവിടുത്തെ പ്രേക്ഷകരാണ്. അല്ലാതെ ഈ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ, ഒരാൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആവില്ല സിനിമ. പിന്നെ തൽക്കാലം ഒരു ചില കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കും. ഇല്ല, ഇതിനകത്ത് എൻ്റെ കഥാപാത്രത്തിൻ്റെ എൻ്റെ വലിയ മിടുക്കൊന്നുമല്ല. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇത് ആഷിക അബുവിൻ്റെ സിനിമയാണ്. ഞാൻ കുറേ നാളായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഈ ക്യാരക്ടറിൻ്റെ എന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് നടക്കാൻ പോലും സമയമില്ലല്ലോ. ഇതിപ്പല്ലേ ഒരു കസേര എന്നോട് നടൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. അദ്ദേഹമാണ് എന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഷിക അബുവാണ്. സത്യത്തിൽ അത് കുട്ടേട്ടൻ്റെ അടവായിരുന്നു. കാരണം കസേരയിൽ മാത്രം ഇരിക്കുമ്പോൾ ബാക്കി ചെല്ലണം, അല്ലെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് വെടിവെക്കേണ്ടി വരും, കൊള്ളേണ്ടി വരും, വീഴേണ്ടി വരും. ഇത് കസേരയാകുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, ആരെങ്കിലും തള്ളി കൊണ്ടുപോയിക്കോളും. അല്ല, അങ്ങനെ സന്തോഷമുണ്ട് കേട്ടോ. 32 ദിവസത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ചു. ചിലപ്പോൾ എനിക്ക് ഒരു ഷോട്ടൊക്കെ അറിയും ദിവസം. അപ്പം ഞങ്ങൾക്ക്, പക്ഷേ എനിക്കൊരു വിഷമമില്ല. എന്താ വെച്ചാൽ എല്ലാവരും കൂടി മുറിക്കാത്തിരിക്കും. ഇതങ്ങോട്ട് തള്ളുക, കളിയാക്കുക, കൊല്ലുക. എന്നെ എനിക്ക് വെളുപ്പിന് 2:30 മണിക്ക് ഷോട്ട് വരും. ഞാൻ രാവിലെ മേക്കപ്പ് ഇടാതിരിക്കും. അപ്പം 2:30 മണിക്കാണ്. അപ്പം ചിലപ്പം എനിക്ക് നേരത്തെ ഷോട്ട് വരും. ഈ സുരഭിയൊക്കെ കൂടെ പോയി ആഷിക്കോട് പറയും, വേണ്ട കുട്ടിയുടെ വെയിറ്റിങ്, പുള്ളി ഉറങ്ങുക, കുറച്ച് കഴിഞ്ഞ് എടുത്താലും മതി, പുള്ളി ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പം പിന്നെ ആഷിക്കും വിചാരിക്കും ഞാൻ ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പം ലാസ്റ്റ് ഷോട്ട് എനിക്ക് എടുക്കും 2:30 മണിക്ക്. അപ്പോൾ ഇവരൊക്കെ സുഖമായിട്ട് ബാക്കി ഷോട്ടൊക്കെ കഴിഞ്ഞിട്ട് പോകും. അങ്ങനെ 2:30 കുട്ടികളെന്നുള്ള പേര് കിട്ടിയെങ്കിൽ ഞാൻ ഇവിടെ 10 ദിവസം കഴിഞ്ഞപ്പോ ചേട്ടൻ 2 മണിയാകുമ്പോഴേ റെഡി ആവുള്ളൂ. കാരണം 2:30 വിളിക്കുള്ളൂ. അയ്യോ അല്ല, നോണ പറയില്ല കേട്ടോ. ഞാൻ അതിരാവിലെ ഞാൻ റെഡിയാകും. പക്ഷേ ഇവരൊക്കെ പിള്ളേരല്ലേ. ഇപ്പം ഞാനിപ്പോൾ ഇവരെന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കും. ഞാൻ അവളുടെ കാർന്നവർ 42 വർഷമല്ലേ സിനിമയിൽ. പക്ഷേ അഹങ്കാരമൊന്നും കുട്ടേട്ടൻ കാണിച്ചില്ല. അഹങ്കാരമല്ല, അഹങ്കാരമല്ല, അവസ്ഥയാ. അഹങ്കാരമല്ല കുഞ്ഞെ, പിടിച്ചു നിൽക്കണ്ടേ നിങ്ങളുടെ കൂടെ. ഇത് എന്ത് നാക്കാത്ത ദൈവങ്ങളൊക്കെ. വളരെ ഒരിക്കലും ഞാൻ മലയാള സിനിമ ഇത്രയും വർഷമായിട്ട് നിന്നിട്ടും ഇതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ സർവൈവ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ, എന്താണ് കുഴപ്പമില്ല, ഞാൻ പിടിച്ചു നിൽക്കും. ഇവിടെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കുറേ കൂടെ നിൽക്കും മലയാള സിനിമ.